ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കിത് ശീലമൊന്നുമല്ല, ചിലപ്പോഴൊക്കെ തോന്നുമ്പോഴൊക്കെ ഞാൻ ഇട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചായയൊക്കെ കുടിച്ച് നമ്മുടെ ചെടികളൊക്കെ വാടി ഒരു മോശമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങുകയാണേ. ഈ കൊച്ചു ചെടികളില്ലേ ചട്ടികളിരിക്കുന്നത്, ഇതൊക്കെ ഞാൻ നട്ടിട്ടുള്ളതാട്ടോ. ബാക്കിയുള്ള വലിയ ചെടികളെല്ലാം എൻ്റെ ഇത്ത നട്ടിട്ടുള്ളതാണ്. ഈ ഒരു മരയില്ലേ, ഈ വേപ്പ്, ഇത് ഞാൻ നട്ടിട്ടുള്ളതാണ്. ഇത് എനിക്ക് സ്കൂളിൽ നിന്ന് എൻ്റെ മരം പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അന്നൊക്കെ സ്കൂളിൽ അങ്ങനത്തെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് നട്ടപ്പോൾ ഇതിന് നീളം വെക്കുന്നില്ലായിരുന്നു. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പറയുന്നത് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഞാൻ നട്ട മരത്തിനും ഹൈറ്റ് വരാത്തതെന്നാണ്. സത്യത്തിൽ അന്ന് ഇവിടെ എല്ലാം നല്ല മരങ്ങളായിരുന്നു. അപ്പോൾ ഒട്ടും വെയിൽ കിട്ടുന്നില്ലായിരുന്നു, തണലായിരുന്നു. അതുകൊണ്ടായിരുന്നു അത് ഹൈറ്റ് വെക്കാതിരുന്നതെന്ന് ഞാൻ വലുതായതിന് ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് അവൽ നനച്ചതാണ്. അവൽ നനച്ചതും ആപ്പിളും നമ്മുടെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഞാൻ കട്ടൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും മോൾക്കും തൊണ്ടവേദനയുണ്ട്, പനിയുണ്ട്, ചുമയുണ്ട്. അപ്പം കട്ടൻ ചായ കുടിക്കണം എന്നൊരു ഫീൽ വന്നപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ ഡെയിലി വരാറുള്ള ഗസ്റ്റുകളാണ് ഇത്. കരിയില കിളികൾ, ആ ഒരു കാക്ക, 2 ഓലഞ്ഞാലിക്കിളി, 3 മൈന, 5 അണ്ണാൻ. ഇത്രയും പേര് നമ്മുടെ വീട്ടിൽ ഡെയിലി വരാറുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ തിരുവുമ്പോഴൊക്കെ വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴാണ് വരുന്നത്. അതിന് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ട്, ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട്, പരിപ്പുവട പൊടിച്ചിട്ട് കൊടുക്കുക, അതൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കേക്ക് പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ അരിയൊന്നും ഇട്ട് കൊടുത്താൽ അതുങ്ങളങ്ങനെ തിന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ ഇതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാക്ക വന്നാലുണ്ടല്ലോ, ബാക്കിയുള്ളതുങ്ങൾക്കൊന്നും കിട്ടില്ല. ഇതിങ്ങനെ ചുണ്ടിൽ എല്ലാം കൂടെ എടുത്ത് വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. കണ്ടില്ലേ? പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു, വൻപയർ വെച്ച് ഞാൻ തോരനാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയായിരുന്നു ഇന്ന് ചോറിന് ആക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ മീൻ പൊരിക്കാൻ ഇരിപ്പുണ്ടായിരുന്നു. അത് ചുമയായതുകൊണ്ട്, മോൾക്ക് ചുമയായതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. എനിക്കും ചുമയാണ്, പക്ഷേ മോൾക്ക് ചുമയായതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഞാൻ പൊരിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കൂട്ടി നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞാൻ നിന്നിരുന്ന ടൈമിൽ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് നമുക്ക് കിട്ടുന്ന ഫുഡ് ഇതായിരുന്നു. ചോറും നമ്മുടെ ഈ വൻപയർ തോരൻ, പുളിശ്ശേരി, ചമ്മന്തി, പപ്പടം, അച്ചാർ. ഇത്രയായിരുന്നു ബുധനാഴ്ച ദിവസത്തെ നമ്മുടെ ഹോസ്റ്റൽ മെനുവിൽ ലഞ്ചിന് ഉണ്ടായിരുന്നത് കേട്ടോ. ഞാനിതാക്കിയപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ ഞാൻ ചപ്പാത്തിയും നമ്മുടെ ദാലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോറും ദാലും ചമ്മന്തിയും ഫിഷ് ഫ്രൈയും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഞാൻ ഫിഷ് ഫ്രൈ കൊടുത്തിട്ടില്ല. മോൾക്ക് ഞാൻ ചപ്പാത്തിയും ദാലും നമ്മുടെ തോരനും കുക്കുംബറും കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.